ഈ മാസം 16, 17, 18 തീയതികളിൽ തിരുവനന്തപുരത്ത് മുരുക സംഗമം സംഘടിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ആക്രമണത്തിന് ഇരയാകുന്ന നന്ദഗോവിന്ദം ഭജൻസ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഒരു വലിയ പിന്തുണയാണല്ലോ. അത് എന്തുകൊണ്ട് ഈ പിന്തുണ നൽകാൻ ഈ മുരുക ഭക്ത സംഗമത്തിലെ സംഘാടകർക്ക് കഴിയുന്നു? മുരുക ഭക്ത സംഗമം സംഘടിപ്പിച്ചത് മുരുക ഭക്തന്മാരെ ഏകോപിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ പരിപാടിയിൽ ധാരാളം പൂജകൾ, പ്രഭാഷണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മുഴുവനുണ്ട്. മുരുക ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ശക്തിയെ സംശീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ശക്തിയെ സംശീകരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമങ്ങൾ കഴിഞ്ഞ 101 വർഷങ്ങളായിട്ട് ഭാരതത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലും ഇതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ഹിന്ദുത്വ ശക്തി, ആ ശക്തി ദേശീയമായുള്ള ശക്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ മുരുക ഭക്ത സംഗമം സംഘടിപ്പിച്ചത്. ഈ പൂജയും ബാക്കിയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ ആണ് ഈ ഭജൻസും ഏർപ്പാട് ചെയ്തത്. അതിൽ 16-ാം തീയതി, ജനുവരി 16-ാം തീയതിയാണ് നന്ദഗോവിന്ദം ഭജൻ. ഈ നന്ദഗോവിന്ദം ഭജൻ കേൾക്കാൻ വേണ്ടി 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും. അപ്പം വിഡ്ഢിവേഷം കിട്ടുന്ന ചില ആൾക്കാരുടെ ധാരണ ഈ ഒരു ഹിന്ദുത്വ രീതിയിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ള ഭജനയാണല്ലോ, ദൈവങ്ങളെ സംബന്ധിച്ച ഭജനയാണല്ലോ, ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ളതാണല്ലോ. ഇത് നടക്കുന്നത് മുഴുവൻ വർഗീയതയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അറിയാത്തത് കൊണ്ടല്ല, അതെ, കുറി നോക്കിയിട്ട്. ഒരു കാലത്ത് കുറി തൊട്ട് നടക്കാത്ത ഹിന്ദുവായിരുന്നു യുവാക്കന്മാർ. ഇപ്പം ധാരാളം ആൾക്കാർ കുറി തൊടുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്ത് സംഭവിക്കുന്നു? അവരും കൂടി കുറിയോടാൻ തുടങ്ങി. അവർ ക്ഷേത്രങ്ങൾ എതിർത്തു, ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുന്നു. അതേപോലെ കമ്മ്യൂണിസ്റ്റിലെ പലരും അതാണല്ലോ ഇപ്പം അവർ നടത്തുന്നത്. അതേപോലെ ഈ മുരുക ഭക്ത സംഗമത്തിൽ നന്ദഗോവിന്ദം ഭജന പാടുന്നവർ, അവർ കുറിയും തൊട്ട്, അതുമാത്രമല്ല ഭക്തിപരമായിട്ടുള്ള ഭജന പാടുമ്പം ഇതിനൊക്കെ വിമർശിക്കുക. അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഹിന്ദു ഏകീകരണത്തിന് ശക്തി പകരുന്നുള്ളതാണ്. അതെ, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് തന്നെ വെച്ചത്. ഹിന്ദു ഏകീകരണത്തിന് ശക്തി പകരാൻ വേണ്ടി തന്നെയാണ് മുരുക സംഘം വെച്ചിരിക്കുന്നത്. ഒളിച്ചു വയ്ക്കുന്നില്ല. മുരുക ഭക്തന്മാർ മുഴുവൻ ഒന്നിച്ചു വരുമ്പോൾ മുരുകൻ ഹിന്ദുവിൻ്റെ ദേവതയാണ്, ഹിന്ദുക്കൾ ആരാധിക്കുന്നതാണ്, ഹിന്ദുവിന് ശക്തി പകർന്നു കൊടുക്കുന്ന ദേവതയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഭക്തന്മാർക്ക് ഭക്തി പകരാനും വേണ്ടി ഇതേപോലത്തെ ഭജൻസാണല്ലോ. അല്ലാണ്ട് വേറെ തെറിപ്പാട്ടല്ലല്ലോ അവിടെ പാടുന്നത്. തെറിപ്പാട്ട് പാടുന്ന ആളെ അല്ലല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. തികച്ചും ഭക്തിയോടുകൂടി ആ ഭക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുന്ന ആ കാര്യം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് എതിർപ്പുണ്ടാവും. കേരളത്തിൻ്റെ രീതി അതാണല്ലോ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ മുഴുവൻ എതിരില്ല. ആ യുവാക്കളെ വർഗീയവാദികളായി ചാപ്പകുത്തി പൂർണ്ണമായി തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്നത്. ആ വർഗീയതയെ നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെ അവർ തകർക്കാൻ സാധ്യമല്ല. ഇങ്ങനത്തെ ആൾക്കാരെ തകർക്കാൻ ഉപയോഗിക്കുന്ന ശക്തികളെ, അതിനെ നേരിടാനുള്ള ശക്തി ഇന്നിവിടുത്തെ ഹിന്ദു സംഘടനകൾക്കുണ്ട്, ഹിന്ദു സമാജത്തിനുണ്ട്. സംഘടനകൾക്ക് മാത്രമല്ല, മുഴുവൻ സമാജത്തിനുണ്ട്. ഇതാർക്കാ ഇതിൻ്റെ പതനം സംഭവിക്കുന്നത്? എതിർക്കുന്നവർക്ക് പതനം സംഭവിക്കും. അതാണ് ഉണ്ടാകുക. കാരണം ഈശ്വരീയ ശക്തി ഒരു മന്ത്രരൂപത്തിൽ തന്നെ ഇവരുടെ നേരെ അവർ സംശീകരിക്കും. അപ്പോൾ ആ ശക്തി സ്വാഭാവികമായിട്ടും അത് ഉയർന്നു വരും, ശക്തി കൂടിക്കൂടി വരും. ഇതിൻ്റെ ഇടയിൽ അവരതിനെ വ്യതിചലിക്കുകയാണെങ്കിൽ അവരുടെ ശക്തി കുറയും ചെയ്യും. അപ്പോൾ അവർ ആ ശക്തി ഇല്ലാതാക്കല്ല, അവർ ആ ശക്തിയെ മുഴുവൻ എടുക്കും. ഈ ഭജന പാടുന്ന ആൾക്കാർ, ആ ഭജനയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാർക്ക് ആ ശക്തി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് സംഘടിപ്പിക്കുന്ന ആൾക്കാർക്ക് ആ ശക്തി ഉണ്ടാവും. പ്രത്യേകിച്ച് മുരുക ഭഗവാന്റെ പേരിലാണ് തിരുവനന്തപുരത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുരുക ഭഗവാന്റെ പേരിൽ നമ്മൾ സംഘടിപ്പിക്കാൻ തന്നെ കാരണം മുരുക ഭഗവാൻ ശരിക്ക് ഒരു വലിയ ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുരുക ഭഗവാന്റെ നേരെ വരുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ മുരുക ഭഗവാനെ തള്ളാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് മുരുകഭക്തന്മാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയില്ലേ. അത് നടത്തിയ സ്ഥലങ്ങളിൽ പോലും പോകാൻ സാധിക്കാത്ത വിധത്തിലായി, എത്തിപ്പെടാൻ സാധിക്കാത്ത വിധത്തിലായി. ആ വിധത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി, ഒരുമിച്ച് കൂടി. അതിൻ്റെ പരിണിത ഫലം അവിടുത്തെ
രാഷ്ട്രീയക്കാരൻ, ഇതിനെ മുഴുവൻ എതിർക്കുന്ന രാഷ്ട്രീയക്കാർ അനുഭവിക്കാൻ പോകുന്നത് സത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഭജൻസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ ഹിന്ദുക്കൾ ജാതിക്ക് അതീതമായി സംഘടിക്കുമ്പോൾ മറ്റു മതത്തിലുള്ളവർ പറയുകയാണ് നിങ്ങൾക്ക് ജാതിയുണ്ട്, നിങ്ങൾക്ക് ജാതി ഉണ്ടെന്ന്. അതെന്തായിരിക്കും അതിനുള്ള? അത് കാരണം ഹിന്ദു മതത്തിൽ ജാതി ഉണ്ട് എന്നുള്ളത് വരുത്തി തീർക്കണം, വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ അതിൽ പെട്ടുപോണ ചില ആൾക്കാർ. പിന്നെ ഇത്തരം ആൾക്കാർ വരുത്തി തീർക്കുന്ന ആൾക്കാരുടെ പണം വാങ്ങിച്ചുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ചില ഹിന്ദുക്കളും കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു പ്രസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഇടയിൽ ജാതിയുണ്ട്, സവർണരാന്ന് പറഞ്ഞ് നടക്കുന്നവരില്ലേ. ആ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രി, നമ്മൾ ജാതി പറയല്ല, പക്ഷെ അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അവർ നിശ്ചയിച്ച പ്രസിഡന്റ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അവർ നിശ്ചയിച്ചാൽ മന്ത്രിമാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? അവരുടെ ഗവർണർമാർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? എന്തിനധികം കേരളത്തിലെ ഗവർണർ ആ പാർട്ടി നിശ്ചയിച്ച പാർട്ടിയുടെ ആൾക്കാർ നിശ്ചയിച്ചതാണല്ലോ. ആ ആളെ ഏതിൽപ്പെട്ടതാണ്? ഇതൊന്നും ചിന്തിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ മണ്ടത്തരം എഴുന്നള്ളിച്ച് നടക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ജാതിക്ക് അതീതമായി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഐക്യം തകർക്കാന്നാണ് ഉദ്ദേശം. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള ആൾക്കാർ, ചേങ്കോട്ടുകുണം സ്വാമിയെ പോലുള്ള ആൾക്കാർ, അമ്മയുടെ ആശ്രമത്തിലെ ആൾക്കാരെ പോലത്തെ ആൾക്കാർ, ഇവരെല്ലാം ശക്തിയായി, അവർ ജാതി പറഞ്ഞുകൊണ്ടല്ലല്ലോ, അവർ ഹിന്ദുക്കളെ ഏകീകരിച്ചുകൊണ്ട് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഹിന്ദുത്വം നിലനിർത്താൻ വേണ്ടി കഠിനമായ ശ്രമം നടത്തുക. അവിടെ ഒന്നും ജാതി പ്രശ്നമേ ഇല്ല. ആരും ജാതി ചോദിക്കാറില്ല, ജാതി പറയാറില്ല, ജാതിയുടെ പേരിൽ സംഘടന ഉണ്ടാക്കാറില്ല, ഇതൊന്നും ചെയ്യാറില്ല. ജാതിയുടെ പേരിൽ സംഘടന ഈ ആശ്രമങ്ങളിലൊന്നും ഏതായാലും ഇല്ല, ഇവിടെ ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ഒന്നും ജാതി ചോദിക്കാതെയാണ് എല്ലാവരും കടന്നു വരുന്നത്. അവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്, അവർക്കുള്ള വിഷമങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്, വിഷമം പരിഹരിക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ യാത്ര ചെയ്യുന്നുണ്ട്, അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന സമയത്ത് ഹിന്ദു ഉണർന്നാലോ ഒന്നിച്ച് നിന്നാലോ എന്നുള്ള ഭയം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്, പല മതസംഘടനകൾക്കും. അത് നാം മുമ്പ് കണ്ടിട്ടുണ്ട്. ഇത്തരം ഉണർവുണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെട്ട് അതിനെ പ്രതിസന്ധിയിലാക്കുക. ഏറ്റവും അവസാനം നാം പരിശോധിച്ച് നോക്കിയാൽ ശബരിമല പ്രക്ഷോഭകാലത്ത് പോലും അത്തരം നീക്കങ്ങൾ നവോത്ഥാനം അതിലടക്കമുള്ള പരിശോധിക്കണം, അങ്ങനെ ഒരു നീക്കമുണ്ടായി. ഇപ്പോഴുണ്ടാകുന്ന ആ ഉണർവിനും ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഉണർവിന് തിരിച്ചടി ഉണ്ടാവില്ല, പക്ഷെ അതിന് തിരിച്ചടിക്കാനും വേണ്ടി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി ഉണ്ടാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. അതെ, കാരണം ഇവിടെ ഓരോ സമയത്തും അങ്ങനത്തെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ശിവഗിരി ഒരു സമയത്ത് നമ്മൾ കണ്ടതല്ലേ, ഭീകരന്മാർ വന്നിട്ട് അവിടെ ചില ആളുകൾക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തിയില്ലേ. പ്രകാശാനന്ദ സ്വാമിക്കെതിരായിട്ട് ഏറ്റവും നല്ല ഭക്തനായിട്ടുള്ള, ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന യഥാർത്ഥ ഹിന്ദുവായിരിക്കുന്ന പ്രകാശാനന്ദ സ്വാമിക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായി. മദനിയുടെ നേതൃത്വത്തിലൂടെ അക്രമം അഴിച്ചുവിട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു? 31 ദിവസം ആ മനുഷ്യൻ ഈ സെക്രട്ടറിയേറ്റിൻ്റെ മുമ്പിൽ നിരാഹാരം നടത്തിയില്ലേ, ഒന്നും കഴിക്കാതെ. അന്ന് പല ആൾക്കാരും പറഞ്ഞു അദ്ദേഹം പുട്ട് കഴിച്ചുകൊണ്ട് നടത്തുന്നു. ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്. ആ മനുഷ്യൻ അവസാനം അവിടെ കയറി, വീണ്ടും അവിടെ പ്രസിഡൻ്റായി, ആശ്രമം ഉയർന്നു വന്നില്ലേ. അപ്പം ആ നിലയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ശക്തി ആധ്യാത്മിക ശക്തി ഉയർന്നു വരും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് ഇതേപോലത്തെ സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് ആധ്യാത്മിക ശക്തികളും അവരോടൊപ്പം തന്നെ നിൽക്കാൻ സാമാന്യ ജനങ്ങളും മുന്നോട്ട് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.